ക്ഷേത്രത്തിലെ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേര് ഖണ്ഡോത്തരം എന്നാണ്. ക്ഷേത്രത്തിലെ മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേര് പ്രദോത്തരം എന്നാണ്. ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിലെ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര് രൂപോത്തരം. ഗണപതിയുടെ മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമ. ഗണപതിയുടെ മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമ. ശിവന്റെ മൂലമന്ത്രം ഓം നമ ശിവായ. വിഷ്ണുവിന്റെ മൂലമന്ത്രം ഓം നമോ നാരായണ. സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം ഓം വജഹ്വേ നമ. ശാസ്താവിന്റെ മൂലമന്ത്രം ഓം ഹ്രും നമ പരായ ഗോപ്ത്രേ. സരസ്വതിയുടെ മൂലമന്ത്രം ഓം സം സരസ്വതിയെ നമ. ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സ്വ ഹ്രീം ഭദ്രകാളിയെ നമ. ദുർഗയുടെ മൂലമന്ത്രം ഓം ഹ്രീം ദും ദുർഗായ നമ. ഭുവനേശ്വരിയുടെ മൂലമന്ത്രം ഓം ഹീം നമ. ശങ്കരനാരായണന്റെ മൂലമന്ത്രം ഓം ഹീ ശിവനാരായണ നമ. ശ്രീരാമന്റെ മൂലമന്ത്രം ഓം രാമായ നമ. ശ്രീ പാർവതിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ഉമായ നമ. ഹനുമാന്റെ മൂലമന്ത്രം ഓം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ. നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം ഓം ശംറം നമ. ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ. അന്നപൂർണേശ്വരിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ശ്രീ നമോ ഭഗവതേ മഹേശ്വരി അന്നപൂർണേ സ്വഹ. മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ഓം ഐം ശ്രീ ഹ്രീം ക്ലീം നമ. സൂര്യന്റെ മൂലമന്ത്രം ഓം ഹ്രം ഹ്രീം സംരായേ നമ. ചന്ദ്രന്റെ മൂലമന്ത്രം ഓം സോമായ നമ. ഭൈരവന്റെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ ശ്രീം ക്ലീം ഐ ഓം ക്ലീം കാലഭൈരവായ നമ. മൂകാംബികയുടെ മൂലമന്ത്രം ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐ സ്വാഹ. ദക്ഷിണമൂർത്തിയുടെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ ദക്ഷിണമൂർത്തി മഹാമേധ പ്രജ്ഞ സ്വാഹ. പ്രദക്ഷിണത്തിലെ പ്രേ എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? സർവഭയങ്ങളും നശിപ്പിക്കുന്നതിന്. പ്രദക്ഷിണത്തിലെ ഡ എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? മോക്ഷദായകം. പ്രദക്ഷിണത്തിലെ ഷി എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? രോഗനാശകം. പ്രദക്ഷിണത്തിലെ ണ എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? ഐശ്വര്യദായക. ക്ഷേത്രത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യമാണ് പ്രദക്ഷിണം വെക്കേണ്ടത്? 3 പ്രാവശ്യം. ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വമെന്ത്? ദേവസന്നിധിയിലെത്തി